ഓക്കെ, ഇത് എനിക്ക് വന്നൊരു ഓക്കെ ഓക്കെ താങ്ക് യു, സോറി ഫോർ ദ ഡിലേ. ഇന്ന് നമ്മൾ വീണ്ടും 21-ാമത്തെ അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അല്പമായിട്ടെടുത്തു. ഇത് പഠിക്കും തോറും കൂടുതൽ ഇതിനകത്ത് കൂടുതലായിട്ട് ഓരോന്നോരോന്ന് ലഭിക്കുന്നതുകൊണ്ട് വീണ്ടും അത് കൂടുതലായിട്ട് വിവരിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, വേദപുസ്തകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുന്ന ആ കഥയാണ് വേദപുസ്തകം. അതിലെ കേന്ദ്ര കഥാപാത്രം കർത്താവായ യേശുക്രിസ്തുവാണ്. എന്ന് പറഞ്ഞാൽ നിത്യത മുതൽ നിത്യത വരെയുള്ള ഒരു ചരിത്രമാണ് വേദപുസ്തകം. അതിൽ 21 വെളിപാട് പുസ്തകത്തിൻ്റെ 21, 22 അധ്യായങ്ങൾ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അന്ത്യന്യായവിധി കഴിഞ്ഞ് അതിന് ശേഷമുള്ള നിത്യമായ ദൈവത്തോടു കൂടിയുള്ള നിത്യമായ വാസത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യനെയാണ് വിവരിക്കുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യാശയാണ് കഷ്ടതയും വേദനയും എല്ലാം അവസാനിച്ച് നിത്യമായ അന്ത്യമില്ലാത്ത ആ സന്തോഷത്തിലേക്കും ആഹ്ലാദത്തിലേക്കും പ്രവേശിക്കുക എന്നുള്ളത്. അപ്പോൾ ആ നിത്യതയുടെ വിവരണമാണ് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായത്തിൽ. അതിനകത്ത് 2 അധ്യായത്തിൽ ഒതുങ്ങുന്നതൊന്നുമല്ല അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ, പക്ഷെ അതിനകത്ത് ആകുന്ന രീതിയിലൊക്കെയും വിവരിച്ചിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ ഈ പ്രവചന പുസ്തകങ്ങളും മറ്റു പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിനുള്ളിലെല്ലാം ഈ നിത്യതയെക്കുറിച്ചുള്ള മർമ്മങ്ങൾ അവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ വെളിപ്പാട് 21-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനി ഇല്ല. ഇവിടെ അതിനുശേഷം എഴുതിയിരിക്കുന്നു: പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ഭൂമി മാറ്റപ്പെട്ടു, തുടർന്ന് ഒന്നാമത്തെ സ്വർഗം മാറ്റപ്പെട്ടു, അല്ല ഒന്നാമത്തെ ആകാശം മാറ്റപ്പെട്ടു. ഇപ്പോഴത്തെ യെരുശലേം, ഇപ്പോഴായിരിക്കുന്ന യെരുശലേം നഗരം ഭൂമി നശിക്കപ്പെടുന്നതോടുകൂടി അതിൽ നിന്നും മാറ്റപ്പെടും. അതിനുശേഷം വീണ്ടും അവിടെ പറയുന്നുണ്ട്, പുതിയ ഒരു തുടക്കമാണ്. പുതിയ സ്വർഗം അല്ലെങ്കിൽ പുതിയ ആകാശം, പുതിയ ഭൂമി, വിശുദ്ധ നഗരമായ പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇവിടെ പറയുന്നത് പോലെ ഏറ്റവും മനോഹരമായി, നമ്മൾക്കറിയാം ഇവിടെ പറയുന്നത് ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭംഗിയായി വസ്ത്രം ധരിക്കുന്നതും ഒരുങ്ങുന്നതും ആ വിവാഹ ദിവസമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഈ യെരുശലേമിനെ സ്വർഗത്തിൽ നിന്ന് അണിയിച്ചൊരുക്കി നമുക്ക് വസിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് ഇറക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇനിയും പഴയ ഭൂമിക്ക് എന്തു പറ്റിയെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച വിവരിക്കുകയുണ്ടായി. അത് ഞാൻ നശിച്ചു പോയി എന്ന് പറഞ്ഞു എന്നല്ല, അത് പറയും 7 അവസ്ഥകളിലൂടെ 6 അവസ്ഥകളിലൂടെ കടന്നു പോയതിന് ശേഷം അതിനെ തീ കൊണ്ട് നശിപ്പിച്ചതിന് ശേഷം പുതിയൊരു ഭൂമി ദൈവം സൃഷ്ടിക്കുകയായിരുന്നു. അത് 6 അവസ്ഥകളിലൂടെയാണ് കടന്നു വന്നത്. ഞാനത് വിവരിക്കുകയുണ്ടായി. ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വിവരിക്കുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സൃഷ്ടിപ്പ് നടന്നിട്ട് 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നാണ്. പാഴും ശൂന്യവുമായ ഒരു വസ്തു ദൈവം നിർമ്മിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ അർത്ഥം കോടി വർഷങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് 1-ാം വാക്യത്തെയും 2-ാം വാക്യത്തിൻ്റെ ഇടയിലുള്ളതായിട്ടും 1-ാമത്തെ വാക്യത്തിലെ ഭൂമിയെ ആകാശത്തെയും ദൈവം
നശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നും നമ്മൾ മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ ആഴ്ച വിവരിക്കുകയുണ്ടായി. അതിനുശേഷം പാഴും ശൂന്യമായ ഭൂമിയിലെ യഹോവയായ ദൈവം പ്രവർത്തിക്കുകയാണ്. അതായത് പഴയ ഭൂമിയിലെ ആ ജീവിതം എല്ലാം നശിപ്പിച്ച ജീവികളെയോ അല്ലെങ്കിൽ അതിനകത്തുള്ള വെജിറ്റേഷനോ എന്താണെങ്കിലും നശിപ്പിച്ചതിന് ശേഷം ആ ഭൂമിയിൽ തന്നെയാണ് പുതിയ സൃഷ്ടിപ്പ് തുടങ്ങുന്നത്. നമുക്കറിയാം, അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, നല്ലതെന്ന് കണ്ടു, നല്ലതെന്ന് കണ്ടു, നല്ലത്. അപ്പം നല്ലത് സൃഷ്ടിക്കുന്ന ഒരു ദൈവം ഒരിക്കലും പാഴും ശൂന്യമായി ഒന്നും സൃഷ്ടിക്കുകയില്ല. അതുകൊണ്ട് ആ പാഴും ശൂന്യത എന്ന് പറയുന്നത് എന്തോ ഒരു നാശം ഭൂമിക്ക് സംഭവിച്ചതാണ്. മൂന്നാമതായിട്ട് ഈ സൃഷ്ടിച്ച പുതിയ ഭൂമിയിലെ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി അവിടെ ദൈവവും ആദാമും ഹവ്വായും മാത്രമായുള്ളൊരു ജീവിതം. ഇപ്പോൾ ഒരു ഏദനിക് ഭൂമി മൂന്നാമതായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം ആദാമും ഹവ്വായും പാപം ചെയ്തതോടുകൂടി ഒരു ഭൂമി, മനുഷ്യൻ വീണതോടെ ഭൂമിയും ആ പാപത്തിന് അധീനമായി. അങ്ങനെ പാപം പങ്കിലമായൊരു ഭൂമി, മനുഷ്യൻ വഷളത്വം പ്രവർത്തിച്ചു. ആ ഭൂമിയെ നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം മൂലം വീണ്ടും ദൈവം ആ മനുഷ്യനെ എല്ലാം നശിപ്പിക്കുന്നതും ആ ഭൂമി വീണ്ടും നോഹയുടെ പിൻഗാമികളായി മനുഷ്യകുലം വരുന്നതും ആ ഭൂമിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതിനുശേഷം ഈ ഭൂമിക്കും വീണ്ടും വലിയൊരു നാശമുണ്ടാകും. നാശം എന്ന് പറഞ്ഞാൽ പാപം തുടച്ചു നീക്കുവാനായിട്ട് അന്ത്യന്യായവിധി എല്ലാം മുമ്പായിട്ട് ഒരു മിലേനിയൽ റൂൾ, അതായത് സഹസ്രാബ്ദ വാഴ്ച സമയത്ത് ഭൂമി ഒന്നുകൂടെ ദൈവം പുതുക്കി വീണ്ടും കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ രാജാവായിട്ട് വാഴും. ആ മിലേനിയൽ എർത്തിന് ശേഷം നമ്മൾ 20-ാം അധ്യായത്തിൽ, വെളിപാടിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഗോഗ് മാഗോഗ് അവരെ സാത്താൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെതിരായിട്ട് അവരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അവരെ തീ ഇറക്കി യഹോവയായ ദൈവം ഈ ഭൂമിയെ, അല്ലെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയെ നശിപ്പിക്കുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് വാക്യമുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2 പത്രോസിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയും. അപ്പോൾ ഇപ്പോഴത്തെ ഭൂമിയെ നശിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 3:10 പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുംമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. അങ്ങനെ തീയിലൂടെ ഈ ഭൂമിയെ നശിപ്പിക്കുമെന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം പുതിയ ഒരു ഭൂമി സൃഷ്ടിക്കും. അതാണ് ഈ വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പുതിയ ഭൂമി എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് ആകാശത്തിന് പുതിയ ആകാശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പുതിയ ആകാശം, ഈ ആകാശത്തിന് അല്ലെങ്കിൽ ആകാശം സ്വർഗം, ഇത് ഗ്രീക്കിൽ ആകാശം എന്നുള്ളതിൻ്റെ സെയിം വാക്കാണ് സ്വർഗത്തിന്. അപ്പം സ്വർഗം എന്നുള്ളതാണ് ആകാശം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണല്ലോ എഴുതിയത്. അപ്പോൾ സ്വർഗം എന്നുള്ളത് അവിടെ ആകാശത്തിനും സ്വർഗത്തിനും ഒരേ വാക്കാണ് ഗ്രീക്കിൽ. അതുകൊണ്ട് സ്വർഗം എന്ന് നിങ്ങളത് മനസ്സിലാക്കണം. സ്വർഗത്തിന് 3 ഡിവിഷൻസ് ഉണ്ട്, ഭാഗങ്ങളുണ്ട്. 3 വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. അത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഇവിടെ അപ്പോസ്തലൻ്റെ ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ 3-ാം സ്വർഗത്തോളം ഒരാൾ എടുക്കപ്പെട്ടത് അപ്പോസ്തലൻ തന്നെയാണ്, എന്നാൽ അദ്ദേഹം അങ്ങനെ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലത് 7 ഭാഗം എന്ന് പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ 7 ഭാഗം കാണും. പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ്. അത് 1-ാം ഭാഗം
സ്വർഗാദി സ്വർഗം അല്ലെങ്കിൽ മൂന്നാം സ്വർഗം എന്ന ഇവിടെ ഈ അപ്പോസ്തലൻ പറയുന്ന ഈ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന അതാണ് ആ മൂന്നാം സ്വർഗം, അല്ലെങ്കിൽ സ്വർഗാദി സ്വർഗമെന്നും അതിനെക്കുറിച്ച് പറയാം. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അപ്പോൾ സ്വർഗാദി സ്വർഗം എന്ന ഒരു ഭാഗം സ്വർഗത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കൂടെ നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ സ്വർഗത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ, ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെ നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം അവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്വർഗാദി സ്വർഗം, അല്ലെങ്കിൽ യഹോവയായ ദൈവം ആ സിംഹാസനാരൂഢനായിട്ടിരിക്കുന്ന അതിന് ഒന്നാമത്തെ സ്വർഗം, അതിനെ മൂന്നാം സ്വർഗം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഭാഗം, സ്വർഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം മൂന്നാം സ്വർഗമാണ്. അത് യഹോവയായ ദൈവം ഇരിക്കുന്ന ഭാഗമാണ്. ഇനി രണ്ടാമത്തെ ഭാഗം ദൂതന്മാർക്ക് വസിക്കുവാനായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് രണ്ടാമത്തെ ഭാഗം. നമ്മൾ യാക്കോബ് ഓടിപ്പോയപ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കാണുന്ന ഭാഗം നമുക്കറിയാം. യാക്കോബ് ബേഥേലിൽ ചെന്ന് ക്ഷീണിച്ച് ഒരു കല്ല് തലയണയായിട്ട് കിടന്ന് ചുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കാണുന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അവനൊരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മേൽ ഇത് യഹോവ നിന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ വസിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് രണ്ടാമത്തെ സ്വർഗം. അത് മൾട്ടി ബില്യൺസ് ഏഞ്ചൽസ് കാണും അവിടെ. കാര്യം ഭൂമിയിലെ ഓരോ മനുഷ്യരെയും ദൈവമക്കളെ സംരക്ഷിക്കുവാനായിട്ട് ഓരോ ദൂതന്മാരെ, ആവശ്യത്തിന് ദൂതന്മാരെ ദൈവം നിയോഗിക്കും. അതുപോലെ ഭൂമിയിലെ പ്രകൃതിയിലുണ്ടാകുന്ന ഈ ക്ഷോഭങ്ങൾ പ്രകൃതിയിലെ നിയന്ത്രിക്കുവാനും ദൂതന്മാരെയാണ് ദൈവം ആക്കുന്നത്. അപ്പോൾ ആ ഉത്തരവുകൾ കാത്തിരിക്കുന്ന, അതുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൂത സമൂഹമാണ് ഈ രണ്ടാമത്തെ സ്വർഗത്തിലുള്ളത്. ഇനിയും മൂന്നാമത്തെ സ്വർഗമെന്ന് പറയുന്നതാണ് ഭയാനകമായ മൂന്നാമത്തെ ഭാഗം. മൂന്നാമത്തെ സ്വർഗമല്ല, സ്വർഗത്തിൻ്റെ മൂന്നാമത്തെ ഡിവിഷൻ. അതിന് ഒന്നാമത്തെ സ്വർഗമെന്നാണ് അതിനെ പറയുന്നത്. ഒന്നാമത്തെ സ്വർഗം അല്ലെങ്കിൽ ആകാശം, അതായത് ഈ ആകാശമണ്ഡലങ്ങൾ. നമ്മൾ അതിനെക്കുറിച്ച് വേദോസ്തത്തിൽ വായിക്കുന്നു. അവിടെ വീണുപോയ ദൂതന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. വീണുപോയ ദൂതന്മാർ, ലൂസിഫറും കൂട്ടരും അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് യഹോവയോട് മറുതലിച്ചപ്പോൾ അവര് വീണുപോയി. ആ വീണുപോയ ദൂതന്മാർ വസിക്കുന്ന സ്ഥലമാണ്. അതിന് 2 വാക്യങ്ങൾ അതിനെ ഞാൻ പറയാം. ഒന്ന്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും. അപ്പോൾ ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് പറയുന്നതാണ് ഈ ഒന്നാം സ്വർഗത്തിൽ അല്ലെങ്കിൽ ആകാശമണ്ഡലത്തിൽ, സ്വർഗത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമായ ഒന്നാം സ്വർഗത്തിൽ ആകാശമണ്ഡലത്തിൽ ജീവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്, 7-ാമത്തെ അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം. ഞാനൊന്ന് വായിക്കാം. ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇത് ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ്. അവരെ വിഗ്രഹങ്ങളെ ആരാധിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ യഹോവയായ ദൈവം അവരെ കൈവിട്ടിട്ട് ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ, അതാണ് ദുഷ്ടാത്മസേന എന്ന് പറയുന്നത്. അവര് മൂന്നാമത്തെ, അതായത് ഒന്നാം സ്വർഗത്തിൽ മൂന്നാം ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അവര് ആകാശത്തിലാണ്. പിന്നെ അവിടെ ഈ വാക്യത്തിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മാലോക്കിൻ്റെ കൂടാരവും രഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവാസിപ്പിക്കും. അപ്പോൾ അവിടെ യഹോവ ശപിക്കുകയാണ്, നിങ്ങളെ പ്രവാസത്തിലേക്ക് അയക്കും.
ഇവിടെ ഞാൻ എൻ്റെ സൈഡിൽ ഈ സോഡിയാക് സൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നക്ഷത്ര മണ്ഡലങ്ങളിലാണ് ഈ ദുഷ്ടാത്മ സേനകൾ വസിക്കുന്നത്. നമുക്കറിയാം നക്ഷത്ര ഫലം ഒക്കെ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളത് വെറുതെ തള്ളിക്കളയാൻ പാടില്ല. നമ്മുടെ നക്ഷത്രഫലം നോക്കുക, അല്ലെങ്കിൽ സോഡിയാക് സൈനൊക്കെ നോക്കുന്നത് എല്ലാം പൈശാചികമാണ്. അതാണ് നക്ഷത്ര മണ്ഡലങ്ങളിലുള്ള സ്വർഗത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വർഗത്തിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞ അതിലെ 3-ാം സ്വർഗത്തിലാണ് സർവശക്തനായ ദൈവം വസിക്കുന്നത്. 2-ാമത്തെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഉത്തരവ് കാത്ത് ദൈവിക ദൂതന്മാരുടെ വാസം. 3-ാം ഭാഗം, അതായത് 1-ാം സ്വർഗം, 3-ാം ഭാഗത്തിൽ ലൂസിഫർ, വീണുപോയ ദൂതന്മാരും ദുഷ്ടാത്മ സേനകളാണ് വസിക്കുന്നത്. എന്നാൽ ഈ 1-ാമത്തെ സ്വർഗം ദൈവം നശിപ്പിക്കും. 1-ാമത്തെ ആകാശമണ്ഡലം അത് നശിപ്പിക്കുന്നതിൻ്റെ വാക്യങ്ങളാണ് ഈ ഭാഗത്ത്. വളരെയധികം വാക്യങ്ങളുണ്ട്. സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ അതെല്ലാം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വാക്യങ്ങളോട് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 102-ാമത്തെ സങ്കീർത്തനത്തിൽ വളരെയധികം വാക്യങ്ങളുണ്ട്. കാരണം സാത്താനും കൂട്ടരും പാർക്കുന്ന സ്വർഗത്തിൻ്റെ നാശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പല ഭാഗങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ആ വാക്യങ്ങൾ 24-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയും അത് ഒഴിഞ്ഞു പോകുമെന്നുള്ളതൊരു സത്യമാണ്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. ഏതാണ് 102-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 25-ഉം 26-ഉം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. അതുപോലെ നീ 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യങ്ങളിലൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളതുകൊണ്ട് എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. 2 പത്രോസ് 3-10 ഞാൻ വായിക്കാം. അത് വളരെ ക്ലിയറായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്. 2 പത്രോസ് 3-10-ാമത്തെ വാക്യം. ഇവിടെ ഞാൻ പറയുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ആകാശം കൊടുമുഴക്കത്തോടെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റെവലേഷൻ 6 നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നെ നക്ഷത്രങ്ങളെ പിന്നെ കായുതിർക്കുന്ന പോലെ നക്ഷത്രങ്ങൾ വീഴും. അവിടെ ഈ ആകാശം പുസ്തക ചുരുൾ പോലെ ചുരുണ്ടു പോകും എന്ന്. അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ യഹോവയായ ദൈവം ഈ ഭൂമിയെ, ഈ ആകാശമണ്ഡലത്തെ, ഈ ദുഷ്ടാത്മസേനകൾ വസിക്കുന്ന ആകാശമണ്ഡലത്തെ മാറ്റും. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു, പഴയ ഭൂമി മാറ്റി പുതിയൊരു ഭൂമി ദൈവം കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ ആകാശമണ്ഡലം, ദുഷ്ടാത്മസേനകൾ വസിക്കുന്ന ആകാശമണ്ഡലം മാറ്റി പുതിയൊരു ആകാശം യഹോവയായ ദൈവം സൃഷ്ടിക്കും. ഇനി യെരൂശലേമിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. യെരൂശലേം നഗരം നമുക്കറിയാം. ഇപ്പോൾ ഇപ്പോഴത്തെ യെരൂശലേം നഗരം അവിടെ വളരെ ഇനിയും വരും കാലങ്ങളിൽ എതിർക്രിസ്തുവിൻ്റെ ഭരണം കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, മൃഗം അവരോട് പടവെട്ടി. വെളിപ്പാട് പുസ്തകം 11-8 അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവിടെ ശവം കിടക്കും. അവിടെ പറയുന്നത് ആത്മീയമായി സോദോം എന്നും മിസ്രയീം. സോദോമിൻ്റെ കാര്യം നമുക്കറിയാം, ഏറ്റവും ഇമ്മോറൽ, അതായത് അസന്മാർഗികമായിട്ട് ജീവിച്ച ഒരു ജനങ്ങളെ ദൈവം ഗന്ധകം ഇറക്കി ആ പട്ടണം നശിപ്പിച്ച ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. അതുപോലെ മിസ്രയീം എന്ന് പറയുന്നത് അടിമത്വത്തിൽ ഇസ്രായേൽ മക്കൾ ജീവിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ അടിമത്വവും ഇമ്മോറാലിറ്റിയുടെയും ഒരു പ്രതീകമായിട്ടാണ് ഈ യെരൂശലേം എന്ന നഗരത്തെക്കാണ്, കർത്താവ് മരിച്ച യെരൂശലേം എന്ന നഗരത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. അപ്പോൾ 1 ഇമ്മോറാലിറ്റി, 2 അടിമത്വം. ഇപ്പോഴത്തെ അടിമത്വം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അടിമത്വമാണ്, അല്ലാതെ ഉള്ള ബോണ്ടേജ് അല്ല. മറ്റേത് അവർ മാനുഷികമായിട്ട് അവരെ അടിമകളാക്കി. എന്നാൽ ഇപ്പോൾ
പാപത്തിൻ്റെ അടിമത്തത്തിൽ ആയിരിക്കും ഈ ജനങ്ങൾ, ഇസ്രായേൽ ജനങ്ങൾ അവിടെ ആയിരിക്കുമെന്ന് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ കഴുതപ്പുറത്ത് കയറി ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ ആ യെരുശലേമിനെ നോക്കി കരഞ്ഞുകൊണ്ട് പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അതായത് അതിൻ്റെ 19 ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെ. അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളുകൾ നിന്റെ സമാധാനത്തിലുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറിഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. അപ്പോൾ ഈ യെരുശലേമിനെയും യഹോവയായ ദൈവം നശിപ്പിക്കും. അത് ഭൂമി നശിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ കൂടെ ഈ യെരുശലേമും നശിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ നശിക്കുമ്പോഴും നമുക്ക് വളരെ പ്രത്യാശയോടെ ഇരിക്കുന്ന പുതിയ തുടക്കത്തെക്കുറിച്ച് യഹോവയായ ദൈവം അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ 21-ന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. അതിനെക്കുറിച്ചുള്ള പ്രവചന വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 2 വാക്യങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 65-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തേവ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. അപ്പോൾ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ഒരു പ്രവചനം അവിടെയുണ്ട്. അതുപോലെ 66-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലും വളരെ ക്ലിയറായിട്ട് ഇങ്ങനെ പറയുന്നു. 2 പത്രോസിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു. എന്നാൽ അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ അതുപോലെ 21-ാം അധ്യായത്തിൻ്റെ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്ന് പണിതിറക്കിക്കൊണ്ട് വരുന്ന ഒരു ഭാഗം വായിക്കുന്നുണ്ട്. ഞാൻ അതോടെ ഒന്ന് വായിക്കാം. അവിടെ വായിച്ചിട്ട് ശേഷം നമുക്ക് ആ ഭാഗത്ത് നിന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തേജസ്സുള്ളവനായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിന് ഇവിടെ ആരംഭമിടുകയാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം ഒരു പുതിയ തുടക്കം. പഴയതെല്ലാം മായ്ച്ചു കളഞ്ഞതിന് ശേഷം മനോഹരമായ ഒരു പുതിയ തുടക്കം യഹോവയായ ദൈവം തുടങ്ങുകയാണ്. അതാണ് നിത്യത എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ നിത്യതയിൽ ആരൊക്കെ ഏത് സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരിക്കും, അതുപോലെ അവിടെ ആരൊക്കെ വസിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ നിത്യതയിൽ പുതിയ യെരുശലേമുണ്ട്, പുതിയ ആകാശം അല്ലെങ്കിൽ പുതിയ സ്വർഗമുണ്ട്, അതായത് താഴെയുള്ള ആകാശമണ്ഡലം, അതുപോലെ തന്നെ പുതിയ ഭൂമിയുണ്ട്. ഈ മൂന്നിൻ്റെയും ഒരു സംയുക്തമായ സമ്മേളനമായിരിക്കും നിത്യതയിൽ. അതായത് സർവശക്തനായ ദൈവവും കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഇവരുമായിട്ടെല്ലാം വളരെ ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം. സ്വർഗം സർവശക്തനായ ദൈവത്തിൻ്റെ സിംഹാസനമായിരുന്നു. ഈ 1-ാം സ്വർഗം എന്ന് പറയുന്നത് അവിടെയും തള്ളിയിട്ട് ദൂതന്മാർ താമസിച്ചു. അപ്പോൾ പുതിയ സ്വർഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലം. ഈ ഭൂമി ഇപ്പോൾ ഭൂമിയിലെ ഈ എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെ തടയിടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത മക്കളിലൂടെ സാത്താന്യ ശക്തികളെ എതിർത്ത് നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അതാണ് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ അത് വ്യാപരിക്കുന്നില്ല. പിന്നെ യെരുശലേം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു,
തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സ്ഥലമാണ് യെരുശലേം. അപ്പോൾ ഈ 3 സ്ഥലങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നിത്യതയിൽ ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് ആരൊക്കെയാണ് ഈ നിത്യതയിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. 3 കൂട്ടരാണ് ഈ നിത്യതയിൽ അല്ലെങ്കിൽ ഇറ്റേണിറ്റിയിൽ കാണുന്നത്. ഒന്ന്, സഭ, ദൈവത്തിൻ്റെ സഭ. സഭയുടെ ഡെസിഗ്നേഷൻ മാറി. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കാന്ത എന്നാണ്. മണവാട്ടി എന്നതും മാറി കാന്തയായി, അതായത് പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ഒരു പത്നിയുടെ പൊസിഷനിലേക്ക് മാറിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടരാണ് ഈ സഭ. ഇപ്പോൾ അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ കൂട്ടരാണ് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ. വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലാണ് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടരാണ് വീണ്ടെടുക്കപ്പെട്ട ജാതികൾ. ഈ 3 കൂട്ടരായിരിക്കും അവിടെ ഈ പുതുതായിട്ട് നിത്യതയിൽ ഉണ്ടായിരിക്കുന്ന 3 കൂട്ടർ. ഇനി നമുക്ക് അവിടെ എവിടൊക്കെ അവർ താമസിക്കുന്നു എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാനൊന്നുകൂടെ പറയാം. നിത്യത എന്ന് പറയുന്നത് 3 സ്ഥലങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. പുതിയ യെരുശലേമിൻ്റെയും പുതിയ സ്വർഗത്തിൻ്റെയും പുതിയ ഭൂമിയുടെയുമായ ഒരു കോമ്പിനേഷൻ. അവിടെ വസിക്കുന്നത് കർത്താവിൻ്റെ മണവാട്ടിയായ, ഇപ്പോഴത്തെ കർത്താവിൻ്റെ കാന്തയായ സഭ ആണ് ഒന്ന്. രണ്ടാമത് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ. മൂന്നാമത് ജാതികളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട സഭയെക്കുറിച്ച് ഞാനത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. വീണ്ടെടുക്കപ്പെട്ട സഭ മണവാട്ടി സഭ എന്ന് പറയുന്നത് ഉൾപ്രാവണത്തിലൂടെ, അതായത് പീഡനത്തിനൊക്കെ മുമ്പ് തന്നെ ഉൾപ്രാവണത്തിലൂടെ നമ്മുടെ കർത്താവിൻ്റെ അതായത് കർത്താവിൻ്റെ സിംഹാസനത്തിലേക്ക്, ന്യായാസനത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ്. നമുക്കതിന് 2 വാക്യങ്ങളുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, അത് എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്, ഞാനത് വീണ്ടും വായിക്കുന്നില്ല. പക്ഷേ 1 കൊരിന്ത്യരുടെ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-ന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഓരോരുത്തരും താൻ്റെ നിരയിൽ അത്രേ, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പോൾ കർത്താവിൻ്റെ വരവിങ്കൽ അതായത് മധ്യാകാശത്തിൽ വന്ന് കർത്താവ് നമ്മളെ ചേർക്കും. അതാണ് സഭ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഈ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്നത് 3 ഭാഗം പറയുന്നുള്ളൂ. ഒന്ന്, 6-മത്തെ വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ അവർ ഛേദിക്കപ്പെട്ടവർ യാഗപീഠത്തിൻ്റെ കീഴിൽ നിന്ന് അവർ നിലവിളിക്കുകയാണ്. അവരുടെ ദൈവവചന നിമിത്തവും കർത്താവിൻ്റെ സാക്ഷ്യ നിമിത്തവും തല ഛേദിക്കപ്പെട്ട ഇസ്രായേലിയരാണ്. അവരാണ് ഒന്ന്. രണ്ടാമത്, എതിർ ക്രിസ്തുവിനെ വണങ്ങാതെ നിന്ന അവരെ മുദ്രയിട്ട് മാറ്റുന്നു. 7-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ 144,000 പേരെ അവിടുന്ന് മുദ്രയിട്ട് മാറ്റുന്നുണ്ട്. അവരാണ് രണ്ടാമത്തെ കൂട്ടർ. ഇതിനകത്തൊക്കെ പല പല വേറെ പഠനങ്ങളുമുണ്ട്. എനിക്ക് ഏറ്റവും യുക്തമെന്ന് തോന്നിയ അത് എടുത്തിരിക്കുന്നു. പലതും ഇതിനകത്ത് എതിരഭിപ്രായങ്ങളുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ വളരെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ. മൂന്നാമത്തെ കൂട്ടർ ഇപ്പോൾ 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നുണ്ട്: യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തവും തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ. അപ്പോൾ പീഡനകാലത്ത് രക്തസാക്ഷികളായവർ അതിൽ 2 കൂട്ടരും കാണും. ജാതികളും കാണും, അതുപോലെ ഇസ്രായേലുകളും കാണും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കൂട്ടർ. ഇനി മൂന്നാമത്തെ കൂട്ടർ ജാതികളാണ്. ജാതികൾ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരു സംഭവം ഞാൻ പറയാറുണ്ടല്ലോ. അതായത് ചെമ്മരിയാടും കോലാടുമായിട്ട് ജാതികളെ യഹോശാഫാത്ത് താഴ്വരയിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടാമത് വരുമ്പോൾ തേജസ്സിൻ്റെ സിംഹാസനം യഹോശാഫാത്ത് താഴ്വരയിൽ വെക്കും. അവിടെ ഈ ജാതികളെ ചെമ്മരിയാടായിട്ടും കോലാടായിട്ടും ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ചിട്ട് വലത്തുള്ളവരോട് പറയും. കാര്യം അവർ ഈ ഇസ്രായേൽ ജാതിയെ സഹായിച്ചു, അവരുടെ പീഡനകാലത്ത് സംരക്ഷിച്ച കൂട്ടാണ്. അവരോട് പറയും: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് ഈ ജാതികളെ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവരുടെ പ്രവൃത്തി മൂലം കർത്താവായ യേശു ക്രിസ്തു അനുവദിക്കുന്നു. ഒന്ന്. രണ്ടാമത് കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞ 7-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വെളിപാട്
എണ്ണിക്കൂടാതെ വണ്ണം ഒരു സംഘം ആളുകൾ കുരുത്തോല. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായ സിംഹാസനത്തിനും കുഞ്ഞാടിന് മുമ്പാകെ. അപ്പോൾ ജാതികളിൽ നിന്ന് വലിയൊരു കൂട്ടം. പിന്നെ മൂന്നാമത് വരുന്നത് ഇപ്പം 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഞാൻ മുമ്പേ വായിച്ചല്ലോ. അത് രണ്ടു കൂട്ടരും കാണും, ഇസ്രായേലും കാണും, ജാതികളും കാണും. അതായത് പീഡനകാലത്തെ രക്തസാക്ഷികൾ. ഇതിനൊക്കെ വേറെ പഠിപ്പിക്കലുമുണ്ട്. ഏറ്റവും അനുയോജ്യമെന്ന് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം 3 കൂട്ടരായിരിക്കും ഈ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. ആ 3 കൂട്ടര് എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെടുന്നത് എന്നുള്ള ഭാഗങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്തത്. ഇനിയും ഇവരെ എവിടെ താമസിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് 2-ാമത്തെ വാക്യം ഞാൻ പുത്തൻ യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞ ശേഷം 21-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വളരെ മണവാട്ടിയെപ്പോലെ വിശുദ്ധ നഗരമായ പുത്തൻ യെരൂശലേം ഒരുക്കി താഴോട്ട് ഇറക്കിക്കൊണ്ടുവരുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. അതുപോലെ അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതിന് അവകാശം ആരാക്കും? ജയിക്കുന്നവൻ ഈ നിത്യതയിൽ അല്ലെങ്കിൽ ഈ നിത്യതയിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ ഈ യെരൂശലേം അവകാശമാക്കും എന്ന് പറയുന്നുണ്ട്. അതായത് 21-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഓർത്തോണം, ജയിക്കുന്നവൻ അത് സിംഗുലറായിട്ടാണ്, ഏകവചനമാണ്. കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നും വിചാരിക്കേണ്ട. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെയാണ്? അതായത് പറയുന്നത് എന്താണ്? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്നാണ് കർത്താവായ യേശുക്രിസ്തു മുട്ടുന്നത്. അപ്പോൾ ആര് തുറന്നു കൊടുക്കുന്നോ, ആര് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു, അവർക്ക് മാത്രമേ പ്രവേശിപ്പാൻ അധികാരമുള്ളൂ. അപ്പോൾ ജയിക്കുന്നവൻ അല്ലെങ്കിൽ വിക്ടറി. എന്താണ് വിക്ടറി എന്ന് മനസ്സിലാക്കുന്നത്? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. സാത്താന്യ ടെംപ്റ്റേഷൻസ്, സാത്താൻ നമ്മളെ വഞ്ചിക്കുവാനായിട്ട് ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ സാത്താന്യ പരീക്ഷകളിൽ വീഴാതെ അവിടെ വിജയം നേടണം. രണ്ട് രീതിയുണ്ട്. പിന്നെയും പീഡനകാലത്തെ വരുന്നുണ്ട്, അത് വീണ്ടും വേറൊരു അർത്ഥത്തിൽ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വീണുപോകാതെ, സാത്താന്യ പ്രലോഭനങ്ങൾ വീണുപോകാതെ നമ്മളെ തന്നെ സൂക്ഷിച്ച് ജയാളികളായാൽ മാത്രമേ ഈ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരോട് ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഭാഗം. അടുത്തതായിട്ട് പറയുന്നത്, ഞാൻ യഹോവയായ ദൈവം അവരോടുകൂടെ വസിക്കും. 21-ന്റെ 3-ാമത്തെ വാക്യം, സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ദൈവം കൂടെ വസിക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, സഹസ്രാബ്ദങ്ങളായിട്ട് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഒരു കൂട്ടായ്മ, നമ്മളുമായിട്ടുള്ള ഫെലോഷിപ്പ്, താൻ്റെ സൃഷ്ടിയുമായിട്ടുള്ള ഫെലോഷിപ്പ്. നമ്മൾ ആദ്യമേ മനുഷ്യനെ സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി. വെയിലാറുമ്പോൾ യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ ചെന്ന് അവരോടുകൂടെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ അനുഭവിച്ചിരുന്നു. എന്നാൽ അവിടെ സാത്താൻ കടന്നു ചെന്ന് അത് തകർത്തു. അതിനുശേഷം പിന്നെ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോടുകൂടെ കൂട്ടായ്മ ആഗ്രഹിക്കുവാനായിട്ട് മോശയോട് കൽപ്പിച്ച് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കുകയും അതിനകത്ത് ഒരു പെട്ടകം പണിത് അതിൽ തൻ്റെ സിംഹാസനമായിട്ട് അതിൽ വെച്ച് അവിടെയും കൂടാരത്തിൽ കൂടെ അവരോടുകൂടെ യാത്ര ചെയ്ത് കൂട്ടായ്മ കൂടാൻ ആഗ്രഹിച്ചു. എന്നാൽ അവരുടെ പിറുപിറുപ്പും അവരുടെ പ്രശ്നങ്ങളൊക്കെയും മൂലം അവിടെയും പ്രയാസങ്ങളുണ്ടായി. വീണ്ടും അവർ വാഗ്ദത്ത നാട്ടിലെത്തിക്കഴിഞ്ഞ് മനോഹരമായ ഒരു ദേവാലയം പണിതു ശലോമോൻ്റെ കാലത്ത്. അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത്
യഹോവയായ ദൈവത്തിൻ്റെ സിംഹാസനമായ പെട്ടകം വെച്ചിട്ട് അവിടെ ദൈവിക സാന്നിധ്യത്തോടു കൂടി ജനങ്ങളോട് ചേർന്ന് ജീവിപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇതെല്ലാം അവിടെയും തകർന്നു പോയി. കാര്യം അവിടെ അന്യദേവന്റെ ആരാധനയെല്ലാം മൂലം ആ കൂട്ടായ്മയും നശിച്ചു. അങ്ങനെ കർത്താവായ യഹോവയായ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം സാത്താൻ തകർക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സഹസ്രാബ്ദങ്ങളായിട്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷമായിട്ട് ദൈവം ജനങ്ങളോട് കൂടിയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ആഗ്രഹിച്ചത് സാധ്യമാക്കുന്ന ഒരു രംഗമാണ് ഈ നിത്യത. അതാണ് ഞാൻ അവരോടുകൂടെ വസിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ചിന്തിക്കുന്നത് ആരൊക്കെ എവിടൊക്കെ താമസിക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ പലവിധമായ കോൺട്രവേഴ്സ്യലായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ഉത്തമമെന്ന് എനിക്ക് തോന്നിയതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മോടുകൂടെ യഹോവയായ ദൈവം വസിക്കും. ആദ്യത്തെ കൂട്ടർ ദ ഹോളി സിറ്റി ഓഫ് യെരുശലേം, വിശുദ്ധ നഗരമായ യെരുശലേമിൽ ആര് പാർക്കും? അത് കാന്തയ്ക്കുള്ളതാണ്, മണവാട്ടിക്കുള്ളതാണ്. അതാണ് 21-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്നെന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയായി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പോൾ വീണ്ടും പറയുന്നു, അതിന് പൊക്കമുള്ള അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിൻ്റെ നീളവും വീതിയെല്ലാം, താഴെയുള്ള അളവുകൾ നോക്കുമ്പോൾ അതിൻ്റെ നീളവും വീതിയെല്ലാം ഒരുപോലാണ്. ഒരു സമചതുരമായ ഒരു ക്യൂബ് ആയിട്ട് ആണ് യെരുശലേം ഇറങ്ങി വരുന്നത്. 1400 മൈൽ വീതിയും 1400 മൈൽ നീളവും 1400 മൈൽ ഉയരവുമാണ് അതിൻ്റെ കണക്ക്. അതിവിടെ മുഴമായിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു ഈ മൈലിലുള്ള ഒരു ചേഞ്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആത്മീയമായ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് പറയുന്നത് എന്തുവാ, അവിടെ യെരുശലേമിനെ കുറിച്ച് പറയുന്നത് രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ. എന്ന് വെച്ചാൽ ഇത് സ്ഫടികം പോലെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രിസ്റ്റലാണ്, ഇംഗ്ലീഷിലിരിക്കുന്ന ക്രിസ്റ്റലാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓർത്തോണം, ഇതിനകത്ത് താമസിക്കുന്ന ആര് താമസിച്ചാലും ജീവിച്ചാലും എല്ലാവർക്കും കാണാം അന്യോന്യം. ആരും രഹസ്യമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ട്രാൻസ്പെറൻസി, നമ്മുടെ ആത്മീയതയുടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടല്ലോ, അതിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള, അതായത് ഒരു ഹിഡൻ അജണ്ട ഉള്ള ആളായിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റായി മാത്രം നിന്നാലേ നമുക്കിതിൻ്റെ ഭാഗമാകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരർത്ഥമുണ്ട് ഈ ക്ലിയർ ആസ് ക്രിസ്റ്റൽ, അതായത് സ്ഫടിക തുല്യം എന്നുള്ളത്. കാര്യം ഇവിടെ ഒന്നും ഒളിച്ചിരിപ്പിലെല്ലാം സുതാര്യമാണ്. രണ്ടാമത് അതൊരു ക്യൂബായിട്ട് പറയുന്നത്, അതായത് ഒരു ക്യൂബിൻ്റെ മാതൃകയിലെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താണ് അത് മനസ്സിലാക്കുന്നത്? അത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ക്യൂബിന് നമുക്കറിയാം അതിൻ്റെ പ്രതലം പോലെ തന്നെ നീളവും വീതിയും പോലെ തന്നെ അതിൻ്റെ ഉയരവും കാണും, അല്ലെങ്കിൽ ആഴവും കാണും. വീതിയും നീളവും ഉയരവും ഒരുപോലുണ്ട്. അപ്പോൾ നമ്മുടെ പുറമേ കാണുന്ന ആത്മീയ ജീവിതത്തിൻ്റെ തന്നെ ഡെപ്ത് നമ്മുടെ അകമേ ഉള്ള ആത്മീയ ജീവിതത്തിനും കാണണം എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം നമുക്കിവിടെ മനസ്സിലാക്കാം ഇവിടെ. അതായത് നമ്മൾ പുറമേ ഭയങ്കര ആരാധനയും സ്തോത്രവും ഹല്ലേലൂയയും പാട്ടും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ തനിയെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. 24 മണിക്കൂർ, ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും അവൻ്റെ സ്തുതി നമ്മുടെ നാവിന്മേൽ ഇരിക്കത്തക്കതായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ പുറമേ കാണുന്ന മുഖവും അകമേ കാണുന്ന മുഖവും എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നുള്ള ഒരു മർമ്മം കൂടെ ഈ ക്യൂബ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പറയുന്നത് ദ ഗേറ്റ്സ് ആൻഡ് ദി ഫൗണ്ടേഷൻസ് ഓഫ് ദി ഹോളി സിറ്റി. അവിടെ 12, 13, 14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഇവിടെ അതിനകത്ത് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും
ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടും ഉണ്ട്. വീണ്ടും കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെയും 12 പേരും ഉണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരും അതുപോലെ തന്നെ ഈ പഴയ നിയമ ഗോത്രങ്ങളുടെയും എല്ലാം ഒരു കോമ്പിനേഷനാണ് ഈ യെരുശലേമിന്റെ ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗോപുരങ്ങളിൽ ആരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്? അവിടെ പറയുന്നത് ഗോപുരം എന്ന് പറഞ്ഞാൽ ഗേറ്റ് എന്നാണ് അർത്ഥം. ഗേറ്റിൽ എഴുതിയിരിക്കുന്നത് 12 ഗോത്രങ്ങളുടെയാണ്. യഹൂദ, അതായത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പേരാണ് ഗോപുരങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഗോപുരത്തിന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഗോപുരത്തിന്റെ അവിടെ അടിസ്ഥാനത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഞാൻ വരുന്നുണ്ട്, പറയാം. ഇവിടെ നമ്മൾ നോക്കിയാൽ 12 ഗോപുരങ്ങൾ ഉണ്ട്. ആ ഗോപുരത്തിലെല്ലാം ഈ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരും കൊത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 12 ഗോത്രങ്ങളും രണ്ടു കൂട്ടർക്കും ഒരുപോലെ തന്നെ ഇതിനകത്ത് ഈ യെരുശലേമിൻ്റെ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എന്നാലും അതിലെ ഈ മണവാട്ടി ഉള്ളിൽ താമസിക്കുമ്പോൾ ഈ ഗോപുരങ്ങളിലായിരിക്കും ഇസ്രായേൽ ജനം താമസിക്കുന്നത്. ആ പേരെഴുതിയ കണക്കിനനുസരിച്ച് ആണ് ഇസ്രായേൽ ജനം താമസിക്കേണ്ടത്. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ്റെ വസ്ത്രം നിർമ്മിക്കുമ്പോൾ അതിനെ വാക്യം ഞാൻ കുറിച്ചിട്ടില്ല. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം അത് നിങ്ങൾ റെഫറൻസ് എഴുതിയാൽ മതി, പിന്നീട് നോക്കിയാൽ മതി. പുറപ്പാട് പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനായ അഹരോൻ്റെ ആ കുപ്പായത്തിൻ്റെ ഫ്രണ്ടിൽ അവർ ഏഫോദ് ധരിക്കുന്നതിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏഫോദിൽ 12 രത്നങ്ങൾ 4 വരിയായിട്ട് 3, 3, 3 അങ്ങനെ 4 വരിയായിട്ട് 12 രത്നങ്ങൾ അത് ഓരോ ഗോത്രത്തിൻ്റെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ ഏഫോദിന്മേൽ 12 രത്നങ്ങൾ ഈ മഹാപുരോഹിതൻ ധരിക്കുന്നുണ്ട്. ഇവിടെ ആ രത്നങ്ങൾ തന്നെയാണ് ഈ ഗോപുരത്തിൻ്റെ ഇവിടെ 19-ാമത്തെ വാക്യം മുതൽ പറയുന്നത്. നഗരത്തിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവിടെ 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പ് കല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈദൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധിരത്നം. ഇങ്ങനെ 12 ഇതുപോലെ 2-3 രത്നങ്ങളുടെ പേരുകളുടെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് സെയിം രത്നങ്ങൾ തന്നെ ആയിരിക്കും. അത് ആ ഏഫോദിൽ ധരിച്ചിരിക്കുന്ന അതേ രത്നങ്ങൾ തന്നെ ഇവിടെ അടിസ്ഥാനത്തിലും ഉണ്ട് എന്നുള്ളത് അത് ഓർത്തോണം. ദൈവത്തിൻ്റെ ആ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മണവാട്ടി സഭ അതിനുള്ളിൽ വസിക്കും. ഇസ്രായേൽ അതിൻ്റെ ചുറ്റുമായി താമസിക്കും. പേരുകൾ രേഖപ്പെടുത്തിയ പ്രകാരം അവിടെ ആയിരിക്കും താമസിക്കുന്നത്. അതിന് ഉദാഹരണം നമുക്കറിയാം. സമാപന കൂടാരത്തെക്കുറിച്ചുള്ളൊരു വായിക്കുമ്പോൾ സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ അവിടെ സമാഗമന കൂടാരം അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ഗോത്രങ്ങൾ വന്ന് ഓരോ വശത്തായിട്ട് പാർക്കുന്നത് നമ്മളിവിടെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 4 ഗോത്രക്കാർ, അതായത് ഒരു ബെഞ്ചമിൻ ഗോത്രം, മനശ്ശെ ഗോത്രം, എഫ്രൈം ഗോത്രം, പിന്നെ ആ പടിഞ്ഞാറ് ഭാഗത്തും, അതുപോലെ തെക്ക് വശത്തെ ഗാദ് ഗോത്രം, ശിമയോൻ ഗോത്രം, രൂബേൻ ഗോത്രം, കിഴക്ക് വശത്തെ ജൂദാ ഗോത്രം, ഇസാഖാർ ഗോത്രം, സെബൂലൂൻ ഗോത്രം, അങ്ങ് വടക്ക് വശത്തെ ദാൻ ഗോത്രം, ആശേർ ഗോത്രം, നഫ്താലി. ഇങ്ങനെയായിരുന്നു അവിടെ അവർ വന്ന് താമസിച്ചത്. അതുപോലെ തന്നെയാണ് യെരുശലേം എന്ന പുത്തൻ നഗരത്തിൻ്റെ 4 ഭാഗത്തുമുള്ള 4 ഗേറ്റുകളിൽ 4 ഭാഗത്തും ഇതേപോലെ തന്നെ ഇസ്രായേൽ ജനം താമസിക്കും. അതിൻ്റെ മധ്യഭാഗത്തായിരിക്കും ഈ യെരുശലേം എന്ന നഗരത്തിൻ്റെ ഈ തട്ടുകളായിട്ടുള്ള ആ ക്യൂബ്. അതിനുള്ളിലായിരിക്കും സർവശക്തനായ ദൈവം സിംഹാസനായിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട്. ഈ ഗോത്രങ്ങളുടെയും ടാബർനാക്കിളിൻ്റെയും ഇടയ്ക്കായിട്ട് പുരോഹിതന്മാരുടെ ഒരു സംഘമാണ്. കെഹാത്തിൻ്റെ ഗർഷോന്, മോശയും പുരോഹിതന്മാരും, മെരാരി. അപ്പോൾ ആ ലേവി ഗോത്രങ്ങൾ അതിന് ചുറ്റും. അപ്പോൾ ഈ നമ്മളെ മണവാട്ടി അല്ലെങ്കിൽ കാന്തയായ സഭയ്ക്ക് തന്നിരിക്കുന്ന പദവി എന്താണ്?
നമ്മൾ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരാണ്. അതായത് ആ പദവി തന്ന് നമ്മൾ ദൈവത്തോടെ ഏറ്റവും അടുത്ത സമാഗമന കൂടാരത്തിൽ അവർ പുരോഹിതന്മാർ നിന്നതുപോലെ തന്നെ ഈ പുത്തൻ യെരൂശലേമിൽ നമുക്ക് ഈ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾക്കും യഹോവയായ ദൈവത്തിൻ്റെയും ഇടയിലുള്ള ഒരു പദവി എന്ന ഇടവിലായിരിക്കത്തില്ല. ഇതിനെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. പിന്നെ ഞാൻ അവസാനം പറയുന്നുണ്ട്, അവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഉള്ളിൽ മണവാട്ടിയായ സഭ താമസിക്കുന്നു. ആ ഗോപുരങ്ങളിൽ അല്ലെങ്കിൽ ഗേറ്റുകളിൽ ഇസ്രായേൽ ജാതി താമസിക്കുന്നു. അതിന് സംഖ്യാപുസ്തകം 2:1-2 വാക്യം നിങ്ങൾ വായിക്കുക, അവിടെ താമസിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം. ഇനിയും പുതിയ ഭൂമിയിൽ ജാതികൾ വസിക്കുന്നു. ജാതികൾ പുതിയ ഭൂമിയിൽ വസിക്കുന്നതായിരിക്കും. അവിടെ 21-24-26 വാക്യം ഞാൻ വായിക്കാം. 21-ാം അധ്യായത്തിൻ്റെ 24-26 വാക്യം അവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് യെരൂശലേമിനെ കുറിച്ചാണ് ഈ ഇത് പറയുന്നത്. യെരൂശലേമിലേക്ക് ഭൂമിയിലെ രാജാക്കന്മാർ ജാതികളൊക്കെയും അവരുടെ മഹത്വം കൊണ്ടുവരും വിശുദ്ധ നഗരത്തിലേക്ക്, ഭൂമിയിൽ. ഇതെല്ലാം തമ്മിൽ ഗതാഗത സൗകര്യമുണ്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ പുത്തൻ യെരൂശലേമും പുതിയ അതിൻ്റെ ഗോപുരവും നഗരത്തിൻ്റെ ഗോപുരവും അതുപോലെ ഭൂമിയും തമ്മിലെല്ലാം കണക്റ്റഡ് ആണ്. ഇവിടെ പുതിയ ഭൂമിയിൽ ജാതികൾ വസിക്കും. ഈ വിശുദ്ധ നഗരം, പുതിയ ആകാശം, പുതിയ എല്ലാം അന്യോന്യം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. ഇവിടെ ജീവജല നദിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമുക്ക് 22-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടെ ഈ ജാതികൾ വസിക്കുന്നിടത്തൊരു ജലനദിയുണ്ട്. അവിടെ ആ ജലനദിക്ക് പ്രത്യേകതകളുണ്ട്. ഇത് ഒഴുകി വരുന്നത് യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ താഴെ എഴുതിയിരിക്കുന്നതോട്ട് അവിടെ ജീവജലനദിയുണ്ട്, അതുപോലെ ജീവവൃക്ഷവുമുണ്ട്. എന്നാൽ ഒരു കാര്യമില്ല. ഏതാണ്? അന്ന് ആദാവും ഹവ്വായും തെറ്റിപ്പോയ നന്മതിന്മകളെ കുറിച്ച് അറിയുന്ന ആ വൃക്ഷം യഹോവയായ ദൈവം മാറ്റിക്കളഞ്ഞു. അത് ആ ഭൂമിയിൽ ഇപ്പോഴില്ല. അപ്പോൾ കാരണം ശുദ്ധമായ പ്യുവറായിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ ജീവവൃക്ഷവും ജീവനദിയും അവിടെയുണ്ട്. നമുക്കിനിയും നമുക്ക് നോക്കാം. അപ്പോൾ ഈ 3 കൂട്ടർ താമസിക്കുന്നത്, ഒന്ന് ഇസ്രായേൽ മണവാട്ടി സഭ യെരൂശലേമിനകത്ത്, ഇസ്രായേൽ അതിൻ്റെ ഗോപുരത്തിലെ ഗേറ്റുകളിലെ ജാതികൾ ആ ഭൂമിയിൽ വസിക്കും. ഇനിയും അതിൻ്റെ ജാതികളെക്കുറിച്ചുള്ള അടുത്ത ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നു. 21-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു നീക്കും. ഇനിയും മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയും ഉണ്ടാകുകയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തീർക്കും, മാറ്റുമെന്നാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ പ്രോമിസ് ആർക്കാ? ഇസ്രായേലിനും ജാതികൾക്കുമുള്ള വാഗ്ദാനമാണ്. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, അതായത് ഈ കൃപായുഗത്തിൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ദൈവസന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ ദുഃഖത്തിന് യാതൊരു അവസരമില്ല. നമ്മൾ ഇനി ഒരിക്കലും ദുഃഖിക്കുന്ന ഒരു സാഹചര്യമില്ല. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പോൾ ദുഃഖവും മുറവിളിയും ഒക്കെ ഉള്ളത് ഇവർ 2 കൂട്ടരും ട്രിബുലേഷൻ, പീഡനകാലത്തിലൂടെ വളരെ കഷ്ടതയോടെ ആ മഹാപീഡനത്തിലൂടെ കടന്ന് സഹസ്രാബ്ദ ഇതിൽ വന്നിട്ട് അവിടെയും ഇവരെ ഭരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ജനം ഇവരെ ജനത്താൽ ഭരിക്കപ്പെട്ട് അവിടെ നിന്നാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ നാടുകളിലൊക്കെ അവർക്ക് മാനസികമായിട്ട് പലവിധമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകത്തില്ലെന്നുള്ളൊരു വാഗ്ദാനം യഹോവയായ ദൈവം
ഇവർക്ക് കൊടുക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ 2 വാക്യങ്ങൾ. നിത്യതയുടെ സഹസ്രാബ്ദത്തിൻ്റെ കുറിച്ചുള്ള ഒരു വാക്യമാണ് 65 ഐസയാ 65 17 മുതൽ 25 വരെ. ഈ സഹസ്രാബ്ദത്തെ കുറിച്ചുള്ള അതിൻ്റെ ഒരു സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് നിത്യതയുടെ ഒരു നിഴലാണ്. നിത്യതയുടെ ഒരു ചെറിയ റെപ്ലിക്കയാണ്, ഒരു നിഴലാണ് ഈ സഹസ്രാബ്ദ വാഴ്ച. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഒത്തിരിയുണ്ട്. അത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. 17ഉം 18ഉം വായിക്കാം. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തേവ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയില്ല. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ വായിക്കുന്നത്, ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. അപ്പോൾ അങ്ങനെ എല്ലാം മാറ്റപ്പെടുന്നതായ ഒരു മനോഹരമായ സ്ഥലം. അത് ജാതികളുടെ ദുഃഖമെല്ലാം മാറും. ഐസയ 25-ന്റെ 8-ാമത്തെ വാക്യം കൂടെ ഞാനൊന്ന് വായിക്കാം. ഐസയ 25-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം കൂടെ. അവിടെ ഞാൻ എഴുതിയിരിക്കുന്നു, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. അപ്പോൾ മരണത്തെയും ദുഃഖത്തെയും മാറ്റുന്നതിനെ കുറിച്ചുള്ള പ്രവചന വാക്യങ്ങളാണ്. അതുപോലെ കൊരിന്ത്യർക്കെതിരെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, മരണത്തെ എന്നേക്കുമായിട്ട് അവസാനത്തെ ശത്രുവായി മരണം നീക്കപ്പെടുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഈ ഭൂമിയിൽ പറഞ്ഞുള്ള ഭൂമിയിൽ താമസിക്കുന്ന ജാതികളാണ്. ജാതികൾക്ക് അവിടെ ഒരു കുടുംബജീവിതമുണ്ട്, അവിടെ കുഞ്ഞുങ്ങളുണ്ടാകും, അവരൊരിക്കലും മരിക്കത്തില്ല. പിന്നെ നമുക്കറിയാം വേദനയുണ്ട്, ഡെലിവറി പെയിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, പ്രസവ വേദനയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അത് എപ്പോഴാണ് കൊടുത്തത്? അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഹൗവ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ഹൗവയെ ശപിച്ചതാണ് ഈ വേദനയ്ക്ക് കാരണം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴാണ് ഈ വേദന വന്നു എന്ന് നമുക്ക് വായിക്കാം. 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അപ്പോൾ വേദനയോടെ മക്കളെ പ്രസവിക്കുന്നത് എപ്പോഴാണ്? പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോഴാണ്. ഇപ്പോൾ ഇവിടെ പാപമില്ല, വളരെ ശുദ്ധമായ വിശുദ്ധിയുള്ള ഒരു ദേശമാണ് അവർ വസിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വേദന എന്നുള്ളത് അവിടെ ഉണ്ടാകത്തില്ല, പ്രസവത്തിന് വേദന ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി യെശയ്യാ 35-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും, നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും, അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. മനസ്സിലാകണം, അതായത് വാഗ്ദാനങ്ങളാണ്. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും മാറി സുഖകരമായ ഒരു ജീവിതം യഹോവയായ ദൈവം അവിടെ തരികയാണ്. വേദന അപ്പോൾ പാപം ചെയ്തതുപോലുള്ള വേദനകളെല്ലാം മാറി പാപമില്ലാ വിശുദ്ധമായ ഒരു ജീവിതം തരികയാണ്. അടുത്തൊരു ഭാഗം കൂടെ ഞാൻ ഇച്ചിരി വേഗത്തിലാണ് പറഞ്ഞു എന്ന് തോന്നുന്നു, അത് തീർക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അവസാനത്തെ ഈ ഭാഗം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇനി അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് ഇതിൻ്റെ പഠനം പൂർത്തിയാക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ വെളിപാട് പുസ്തകം 21-ന്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 6ഉം 7ഉം വാക്യങ്ങളിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിന്നെയും അവൻ എന്നോട് അരുളിച്ചത്, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഇവിടെ ഇറ്റ് ഈസ് ഡൺ, അതായത് ദൈവത്തിൻ്റെ ആ ഉദ്ദേശം, നിത്യമായ ദൈവത്തിൻ്റെ ഉദ്ദേശം, അതായത് വിശുദ്ധരെ ഒന്നിച്ചു കൂട്ടി ദൈവവും ഒന്നിച്ചു താമസിക്കുന്ന ആ ഒരു പദ്ധതി ഇതോടുകൂടി പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ആദിയും അന്തവുമാണെന്ന്
പറയുന്നുണ്ട്. അതായത് അനാദി മുതൽ അവസാനം വരെയും എല്ലാത്തിൻ്റെയും ഉറവിടം സർവശക്തനായ ദൈവമാണ്, വേറെ ആരുമല്ല എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഈ വാക്യങ്ങളെല്ലാം ഈ ആദിയും അന്തവും എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ആൽഫ ഒമേഗ എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങളാണ്. ആ വാക്യങ്ങളോട് വായിച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ 41-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, യെശയ്യാവിൻ്റെ പുസ്തകം 41:4 അവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 41-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയെ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനുമാകുന്നു. ഇവിടെ 44-ന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. 48:12 വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബെ കേൾക്ക 42 പറയുന്നു. 48:12 പറയുന്നു, യാക്കോബെ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എൻ്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു, എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അപ്പോൾ ഈ നമ്മളെ വലിയൊരു പ്രത്യാശയുടെ വാക്യമാണ് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും തുടക്കവും എല്ലാത്തിൻ്റെയും അവസാനം നമ്മൾ ആരാധിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പിൻപറ്റുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിലെ ഈ പലവിധമായ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ ദുഃഖിക്കുകയും വളരെ വേദനപ്പെടുകയും ചെയ്യുന്നു. മരണം ഉണ്ടാകുന്നത് കാണുമ്പോൾ, മഹാമാരി കാണുമ്പോൾ, യുദ്ധം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴൊക്കെ നമ്മൾ പ്രയാസപ്പെടുക. എന്നാൽ ഓർത്തുകൊള്ളണം, എല്ലാത്തിൻ്റെയും ആരംഭവും അവസാനവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനുമെല്ലാം ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്ത് വന്നാലും തുടക്കത്തിൻ്റെയും അവസാനത്തിൻ്റെയും ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള വലിയ പ്രത്യാശ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എന്ത് ഭവിച്ചാലും എന്ത് വന്നാലും യഹോവയായ ദൈവമാണ് സകലത്തിൻ്റെയും ഉത്ഭവവും സകലത്തിൻ്റെയും അവസാനമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് മനസ്സിലായല്ലോ, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ ഒരു നിത്യത, വലിയ പ്രത്യാശയുടെ അനുഭവമാണ് നിത്യത. ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. ദൈവം തമ്പുരാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംശയങ്ങളുള്ളത് ചോദിക്കാനുള്ള അവസരമാണ്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ദാസൻ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ദാസൻ ബ്രദർ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന സമയത്തിനാണ് ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവേ, കർത്താവിന്റെ ഹല്ലേലൂയ വീണ്ടെടുപ്പിനെ പറ്റി പഠിക്കുവാനാണ് തന്ന സാവകാശത്തിനാണ് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് രാത്രികാലം റോഹിച്ചാന്റെ കർത്താവിനെ വിലപ്പെടുത്തിയതിനാണ് ഞങ്ങൾ നന്ദി പറഞ്ഞ കർത്താവേ. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അന്ത്യന്യായ വിധി കഴിഞ്ഞുള്ള നിത്യതയുടെ വിവരണങ്ങളെ പറ്റി ഇതിന്റെ മുൻ ഞങ്ങൾ പറഞ്ഞല്ലോ. ഒന്നാം ഭൂമി നശിക്കുന്നു, രണ്ടാമത് പുതിയ ആകാശം പുതിയ ഭൂമിയും ഒരുക്കപ്പെടുന്നു. ഹല്ലേലൂയ. അതിന്റെ മൂന്ന് അവസ്ഥകളെ പറ്റി പറഞ്ഞു. മൂന്നാം സ്വർഗങ്ങള്, ദൂതന്മാർക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങള്, ഹല്ലേലൂയ. പിന്നെ പുതിയ ആകാശം പുതിയ സ്വർഗം, അവിടെ ആരൊക്കെ വസിക്കും എന്നുള്ള അനുഭവങ്ങളെല്ലാം ഇന്ന് രാത്രി ഞങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ പുതിയ യെരൂശലേമിന്റെ അനുഭവങ്ങൾ പറഞ്ഞു. ഒന്നാം യെരൂശലേം നശിച്ചു പോകുന്നു, പുതിയ യെരൂശലേമിനെ ദൈവം സ്ഥാപിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ആരൊക്കെ വസിക്കും എന്നെല്ലാം ഇന്ന് രാത്രിക്കാലത്തിന്റെ മുന്നോട്ട് സംസാരിച്ചല്ലോ. കർത്താവേ, തള്ളപ്പെട്ട ജാതി പീഡനകാലത്ത് പീഡനം അനുഭവിച്ചവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയെ പറ്റിയല്ല ഇന്ന് രാത്രിക്കാലം സംസാരിപ്പാൻ നിന്റെ മകനെ ബലപ്പെടുത്തിയതിനാണ് സ്തോത്രം. കർത്താവേ, നീ ഒരു നിത്യരായത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാ മനുഷ്യരോട് ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ കൂടാരം ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യരോട് ദൈവം വസിപ്പാൻ ആഗ്രഹിക്കുന്നു.
പഴയ നിയമകാലങ്ങളിൽ സമാഗമന കൂടാരത്തിൽ ഹാലുലിയ കൂടാരം മാറി അടിച്ചു. അങ്ങനെ ദൈവത്തെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഈ പുത്തനാമരിശിലേമിൽ ദൈവം നമ്മോട് വസിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് തന്നിക്കുന്ന പ്രാഗൽഭ്യത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മണവാട്ടി സഭയ്ക്കാണല്ലോ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള സ്ഥലം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാത്രികാലം കർത്താവ് ഒരുക്കപ്പെട്ടവരായി ജീവിപ്പാൻ നിത്യത്തിലെ കർത്താവ് ഞങ്ങൾ എത്തിച്ചേരുവാൻ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ച് റോയിച്ചാൻ പറഞ്ഞല്ലോ, പുറമെയുള്ള ആരാധനയും പുറമെയുള്ള പാട്ടും മാത്രമല്ല, അകമേ ഹാലുലിയ ഞങ്ങളെ സ്വച്ഛജട ഹാലുലിയ കണ്ണാടി പോലെ ഞങ്ങളെ വീക്ഷിക്കുന്ന ഒരു കർത്താവാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പാപങ്ങൾ കാണുന്ന ഒരു അനുഭവം ഉണ്ടാകാനിടയാകാതെ ഇന്ന് രാത്രികാലം ദൈവം ഞങ്ങളെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനുള്ള കർത്താവ് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുവാനാണ് നിന്റെ മകനെ ബലപ്പെടുത്തിയതിനാണ് സ്തോത്രം. ദൈവം കൊടുത്ത അറിവിൽ അനുസരിച്ച് കർത്താവെ നിന്റെ മകനെ ശുശ്രൂഷിപ്പാൻ ദൈവം കുറവ് കൊടുത്തു. ഹാലുലിയ അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നു. നിന്റെ മകനെ അവൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള ശ്രേഷ്ഠന്മാരൊക്കെ ഈ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ ദൈവം നിന്റെ മകന് കൊടുത്ത അറിവിനനുസരിച്ചിട്ട് ഞങ്ങളോട് ഈ വചനം സംസാരിച്ചപ്പോൾ നിന്റെ മകനെ കുടുംബത്തെ ഒന്ന് ഐശ്വര്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറവൊന്നും ഓർക്കാതെ ഇതുവരെ നടന്ന ദൈവത്തിന് സ്തോത്രം. തുടർന്നിന്റെ കൃപയിലായപ്പോൾ ഞങ്ങളെ സഹായിച്ചായിട്ട് ഇന്ന് രാത്രി കലത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു തടസ്സം കൂടാതെ ഈ ശുശ്രൂഷ നിറവേറ്റുവാൻ നിന്റെ മകനെ ബലപ്പെടുത്തിയതിനാണ് സ്തോത്രം. തുടർന്ന് വരുന്ന ആഴ്ചക്കാലം ഇതിന്റെ അവസാനത്തെ ചാപ്റ്റർ പ്രവേശിക്കുമ്പോൾ ദൈവമേ ഞങ്ങളെ അവിടുന്ന് നിന്റെ കൃപയിൽ പുതിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 12 ഗോപുരങ്ങളെ പറ്റി പറഞ്ഞല്ലോ, 12 അപ്പോസ്തലന്മാര്, ഹാലുലിയ ഗോത്രങ്ങളുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഇന്ന് രാത്രിക്കാരൻ കർത്താവെ 1,44,000 പേര് മുദ്രയിട്ട് ഹാലുലിയ നിത്യത്തിലെത്തിച്ചേർന്ന പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാവർത്തനത്തിൽ എടുക്കപ്പെടുന്നവരൊക്കെ നിത്യത്തിലെത്തിച്ചേരുമല്ലോ. ആ അനുഭവത്തിലായി തീരുവാൻ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രകാരം ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യാൻ പോകുന്നതിനാട് സ്തോത്രം. സകലമാനം മൊത്തം കർത്താവ് എടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ആമീൻ.